ഹലോ എക്സാമിനർ SSLC ഫാമിലി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ നമ്മുടെ എക്സാമിനറിൻ്റെ SSLC ലക്ഷ്യ ബാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു എൻതൂസിയാസം. എല്ലാവർക്കും ലക്ഷ്യ ബാച്ചിനെ പറ്റി പറയണം. സാർ, ലക്ഷ്യ ബാച്ചിൽ എന്താണ് നടക്കുന്നത്, അതിലെ ക്ലാസ്സസ് എങ്ങനെയാണ്, ഇതാണ്. അത് ലൈവ് ചാറ്റിലായിക്കോട്ടെ, അതേപോലെ കമൻറ്റ് സെക്ഷനിലായിക്കോട്ടെ, എല്ലായിടത്തും ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ മെയിനായിട്ടൊരു ചോദ്യം ഞങ്ങൾ ശ്രദ്ധിച്ചത്, സാർ ഈ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കണം, റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കണം, ലൈവ് ക്ലാസ്സും വേണം, എല്ലാം വേണം, മോക്ക് എക്സാം ഒക്കെ വേണം. പക്ഷേ ഇപ്പം ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിപ്പോയില്ലേ, ഇത്രയും സമയമായിപ്പോയില്ലേ, ഇനി ജോയിൻ ചെയ്താൽ കാര്യം ഉണ്ടാവുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ സംശയം. അപ്പോൾ ഞാൻ ആ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു അനൗൺസ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനൗൺസ്മെൻറ്റ് ആദ്യം തരാം, അതിന് ശേഷം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ എക്സാം വിന്നറിൻ്റെ SSLC ലക്ഷ്യ ബാച്ചിൻ്റെ ഫീസ് ഇനി മുതൽ എത്രയായിരിക്കും? 2000 രൂപ മാത്രം. ഓക്കെ, ഈ 2000 rupees ആയിരിക്കും നിങ്ങൾക്ക് ഇനി നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ്. ഇനിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി എന്താണ്, നിങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിനറിനെ പറ്റി അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്യൂഷനിലോ എല്ലാം ജോയിൻ ചെയ്ത് പക്ഷേ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, ഇങ്ങനെയൊക്കെ ക്ലാസ്സസ് പഠിച്ചാലേ കാര്യം ഉണ്ടാകുന്നു മനസ്സിലായതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടായാലും നിങ്ങൾ ലേറ്റ് ആയെങ്കിലും നിങ്ങൾക്ക് ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദിസ് മൈറ്റ് ബി ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്, കുറേ സമയമില്ല, കുറച്ച് റീസണബിൾ ആയിട്ടുള്ളൊരു സമയം ബാക്കിയുണ്ട്. ആ സമയവും നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ഫുൾ A+ നേടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഇതൊരു പ്രോബബ്ലി ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഇനിയും ഉള്ളവർക്ക്, ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനൊന്നുമല്ല. അതിനൊന്നും എനിക്ക് സമയമില്ല, അതിൻ്റെ ആഗ്രഹമില്ല, എക്സാമിനറിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എക്സാമിനർ SSLC ലക്ഷ്യ ബാച്ച് അവിടെ ഇവിടെ കുറേ പേര് ചോദിച്ച് നടക്കുന്നുണ്ട്. അവർക്കൊക്കെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇനിയും SSLC ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസ് വെറും 2000 rupees മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം തന്നെ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. 7592092021 നിങ്ങൾ ലക്ഷ്യ എന്ന് പറഞ്ഞ് ജസ്റ്റ് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളിങ്ങനെ റോബോട്ടിനോട് സംസാരിക്കുന്ന പോലെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സാധാരണ മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ, നിങ്ങളുടെ പേരൻസിന് എന്തൊക്കെ അറിയണോ അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ശരി, ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് SSLC ലക്ഷ്യ ബാച്ചിൽ കിട്ടുക? നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന കാര്യം നിങ്ങളുടെ കംപ്ലീറ്റ് ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. ഓക്കെ സാർ, അപ്പം ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ 4 ചാപ്റ്റർ, ലക്ഷ്യ ബാച്ചിൽ 4-5 ചാപ്റ്ററൊക്കെ ആയില്ലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കിട്ടുള്ളൂ? ഇല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ്, ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, എല്ലാത്തിൻ്റെയും ഓരോരോ ടോപ്പിക്കിലെ ഒരു ചാപ്റ്റർ 10, 12, 20 ടോപ്പിക് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ സബ്ജക്ട്സ് കിട്ടുക? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സോഷ്യൽ സയൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ സംശയം എന്താണ്, സാർ ഇപ്പം ഞാൻ ഓൾറെഡി സ്കൂളിൽ ഒരു 3-4 ചാപ്റ്ററൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഞാനിപ്പോൾ ജോയിൻ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾ പഴയ ചാപ്റ്റേഴ്സ് എക്സാമിൻ്റെ ക്ലാസ്സസ് കാണാൻ വേണ്ടി സമയം മാറ്റി വെക്കുക. എന്നിട്ട് ഓരോ ദിവസം നിങ്ങൾ അരമണിക്കൂർ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ കണ്ടു തുടങ്ങുക. അങ്ങനെ കണ്ടു തുടങ്ങിയ സുഖമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. ഓക്കെ, പ്ലസ് ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ പുതിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും, അതിന് വേണ്ടി സമയം വെക്കുക. അതിൻ്റെ റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടി സമയം വെച്ചാൽ സുഖകരമായിട്ട് അവസാനം തീർക്കും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ അവസാനം പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാം വരും. ഇപ്പോഴത്തെ കുറച്ച് സ്കൂളിലെ എക്സാംസും കാര്യങ്ങളൊക്കെ വെറും തമാശയായിരിക്കും. ശരിക്കും ആലോചിച്ചാൽ തമാശ പോലെ കാണണമെന്നില്ല, സീരിയസ് ആയിട്ട് കാണാം. പക്ഷെ അവസാനം എന്താണ്, ആ എക്സാമിലാണ് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ എക്സാം ആകുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്നല്ല ഇമ്പോർട്ടൻസ്. നിങ്ങൾ എക്സാമിൻ്റെ നിന്ന് പഠിക്കും, നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചു, ട്യൂഷനിൽ നിന്ന് പഠിക്കട്ടെ, സ്കൂളിൽ പഠിച്ചെന്നായിക്കോട്ടെ, എവിടെ നിന്ന് പഠിച്ചാലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ, ഓരോ ചാപ്റ്ററിലെയും ഓരോ കോൺസെപ്റ്റ്സും അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ സമയമാകുമ്പോൾ.
അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സിലെ കാര്യങ്ങളൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് നിങ്ങൾ പഠിച്ചെടുക്കണം, അല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ എക്സാമിനറിന് കൂടെ പഠിച്ചാൽ എങ്ങനത്തെ ക്ലാസ്സാണ് കിട്ടാമെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എക്സാമിനർ ക്ലാസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ പഠിച്ചാൽ മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഒന്നുകൂടി കണ്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ശരി. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇതേ സെയിം ഫാക്കൽറ്റി ആയിരിക്കും എടുക്കുക. ആരൊക്കെയാണോ യൂട്യൂബിൽ എടുക്കുക അവർ തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ട് എല്ലാ ദിവസവും ഡെയിലി ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടാവും. അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടും കേട്ടോ. ഓക്കെ, എല്ലാ ദിവസവും ഷെഡ്യൂൾഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് വേറെ കാര്യം. ഓക്കെ, ശരി. A+ ബൂസ്റ്റർ റിവിഷൻ ക്ലാസ്സസ്. ഇത് പഠിക്കുന്നു നമ്മൾ പഠിക്കുന്നു അല്ലേ. നമ്മൾ ഓരോരോ റെക്കോർഡ് ക്ലാസ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നു, ലൈവ് ക്ലാസ്സിനും പഠിക്കുന്നു. പിന്നെ അവസാനം ഒരു ഭീകര റിവിഷനും കൂടി വേണ്ടേ? ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയിൽ എങ്ങനെ ഉപയോഗിക്കണം അല്ലേ ഓരോ കാര്യങ്ങളും അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഏതാ, ഫോക്കസ് ഏരിയ വന്നാൽ ഫോക്കസ് ഏരിയയിൽ കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിക്കണം, അതിലെ ചോദ്യങ്ങൾ മാത്രം എടുത്ത് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾക്ക് അവസാനം എന്തുണ്ടാവും, ഈ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1 month long കംപ്ലീറ്റ് A+ ബൂസ്റ്റർ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. ഓക്കെ, കംപ്ലീറ്റ് റിവിഷൻ എല്ലാം നമ്മൾ കവർ ചെയ്യും, എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. അത് ഫുൾ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, എല്ലാം ലൈവ് ക്ലാസ് ആയിരിക്കും, ഫുൾ ലൈവ് ഇൻറ്റൻസ് ആയിരിക്കും. അതും കൂടി അറ്റൻഡ് ചെയ്താൽ ഫുൾ A+ അവിടെ വീണു, ഉറപ്പിച്ചു. ഇനി ആ റിവിഷനും കൂടി കഴിഞ്ഞിട്ട് എന്താണ്, നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും. നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന പേപ്പർ അടിസ്ഥാനമാക്കി ആസ്പദമാക്കി നമ്മൾ ഉണ്ടാക്കുന്ന എക്സാമിനറിൻ്റെ ഫാക്കൽറ്റി ഉണ്ടാക്കുന്ന അടിപൊളി പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ ഒന്നിൽ കൂടുതൽ പേപ്പർ ഉണ്ടാവും ഓരോ സബ്ജക്റ്റിനും. അതും കൂടി അറ്റൻഡ് ചെയ്ത് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയാൽ ഒരു സംശയമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക്, ഇത്രയും നല്ല ഫാക്കൽറ്റീനടുത്ത് ടീച്ചേഴ്സിനായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കിട്ടാതിരിക്കുക? ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. ഫീസ് എത്രയേ ഉള്ളൂ? അപ്പം ഫീസ് 2000 റുപ്പീസേ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു മാസത്തേക്കുള്ള ഫീസല്ല, ഇത് കംപ്ലീറ്റ് കോഴ്സ്. നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണോ കഴിയുന്നത് അതുവരെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് ലേറ്റായി പോയാൽ ലേറ്റായ സമയം വരെ ഈ കാര്യങ്ങളുണ്ടാവും. ഒന്നും നിങ്ങൾക്ക് മാർച്ച് വരെ ഏപ്രിൽ വരെ ഒന്നുമില്ല. നിങ്ങൾ എന്നാണോ പരീക്ഷ കഴിയുന്നത് അതുവരെ ഉണ്ടാവും. അപ്പോൾ അതുവരെ നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന ഒരു ഫീസാണ് 2000 റുപ്പീസ്. അത് ഒരു സബ്ജക്റ്റിനല്ല, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിനും കൂടെ ഒറ്റ ഫീസേ നിങ്ങൾ അടയ്ക്കുള്ളൂ. അത് നീ റിവിഷൻ വന്നു കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ്സസ് ഭീകരമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും യൂട്യൂബിൽ. വേറെ കാര്യം, അതും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഫീസ് പോലും ഇനി എക്സ്ട്രാ പേ ചെയ്യേണ്ട വരില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം കേട്ടോ. അതിന് എക്സ്ട്രാ ഫീസ്, മറ്റേതിന് എക്സ്ട്രാ ഫീസ്, ഇതിന് എക്സ്ട്രാ ഫീസ്, അങ്ങനത്തെ ഒന്നും പരിപാടി എക്സാമിനറിനില്ല. നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന ഫീസിന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ശരി. ആ കാര്യങ്ങൾ ക്ലിയർ ആക്കാം. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് എങ്ങനെയായിരിക്കും അറിയാലോ. റെക്കോർഡ് ക്ലാസ്സസ് ഇതേപോലെ തന്നെയായിരിക്കും. നമ്മുടെ സ്മാർട്ട് ബോർഡ് ക്ലാസ്സസ് ആയിരിക്കും, ആനിമേഷൻസും ഉണ്ടാവും, ലൈവ് ക്ലാസ്സസും അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സസും ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ കാണുന്നതാണ് യൂട്യൂബിൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ പേരൻസിന് കാണിച്ചു കൊടുക്കുക. അവരും കൺവിൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്യുക, പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ ആയിരുന്നു ക്ലാസ്സസ്. സാറ്റർഡേ നമ്മൾ ഓപ്ഷൻ ക്ലാസ്സസ് ആയിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് മാത്രം റിവൈസ് എടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സസ് ആയിരിക്കും. പക്ഷേ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറ്റർഡേയും ക്ലാസ്സസ് വെക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കാൻ ഇനിയും ആഗ്രഹമുള്ളവർക്ക് SSLC ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഫുൾ A+ ഇപ്പം തന്നെ ഉറപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഫീസ് കുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഫോൺ വിളിക്കണമെന്നില്ല, കാരണം കുറേ എൻക്വയറീസ് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വാട്സപ്പ് ചെയ്യുക, ജോയിൻ ചെയ്യുക, നമ്മൾ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.